പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗത്തിലെ വാക്കുകൾ സെൻസർ ചെയ്ത് ദൂരദർശൻ. സീതാറാം യെച്ചൂരി, ജി ദേവരാജൻ എന്നിവരുടെ പ്രസംഗങ്ങളിലെ വാക്കുകളാണ് സെൻസർ ചെയ്തത്. വർഗീയ സർക്കാർ, കാടൻ നിയമങ്ങൾ, മുസ്ലിം തുടങ്ങിയ വാക്കുകളാണ് സെൻസർ ചെയ്തത്. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു. ദൂരദർശൻ ഇത്തരത്തിൽ സെൻസർ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നതിന്റെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമാണ്. എന്തൊക്കെ ആയിരുന്നു അവരുടെ സംഭാഷണങ്ങൾ? അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇങ്ങനെ സെൻസർ ചെയ്തിട്ടുള്ളത്? മോത്തി, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ശക്തി അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ദൂരദർശനിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ നിലപാട് അറിയിക്കുന്നതിനുള്ള അവസരം നൽകുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ ഈ പ്രസംഗം എഴുതി നൽകണം. ഇതിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി ജി ദേവരാജനും എഴുതി നൽകിയ പ്രസംഗത്തിലാണ് ഇപ്പോൾ ഈ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും ഈ സെൻസറിങ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ ഏകാധിപത്യ സർക്കാരുകൾ, കാടത്ത നിയമം തുടങ്ങിയ പരാമർശങ്ങൾ നീക്കണമെന്നാണ് കമ്മീഷൻ ഈ ദൂരദർശൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ദേവരാജന്റെ പ്രസംഗത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, ആ കാര്യം പരാമർശിക്കുന്ന ഭാഗത്ത് ഈ മുസ്ലിം മതവിഭാഗം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പരാമർശവും നീക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമാണ് ഇരുവർക്കും ഈ പ്രസംഗം അവതരിപ്പിക്കുന്നതിന് ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും തങ്ങളുടെ ഈ നിലപാട് അറിയിക്കുന്നതിന് ഉള്ള അവസരം നൽകിയിരിക്കുന്നത്. ഈ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ തങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇടതു പാർട്ടികൾ ഈ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രധാനമന്ത്രി തന്നെ രാജ്യവ്യാപകമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ മുസ്ലിം എന്ന പരാമർശം ഈ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ ജി ദേവരാജനോട് പറഞ്ഞത് കടുത്ത അനീതിയാണ് എന്നാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും മറ്റും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരുവരും പരാതി നൽകിയെങ്കിലും അതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. മോത്തി.